ഉറ്റ സുഹൃത്തുക്കളുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് ഒരു നാട് മുഴുവൻ. ആത്മമിത്രങ്ങളായ കൂട്ടുകാർ മരണത്തിലും ഒന്നിച്ചതോടെ നെല്ലിമൂട് ഗ്രാമം ഒന്നടങ്കം കണ്ണീരിലായി. മരണത്തിന് പോലും ഈ കൂട്ടുകാരെ വേർപിരിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ സുഹൃത്തുക്കൾ പോലും പറയുന്നത്. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുന്ന നാട്ടിലെ എല്ലാ നന്മയുള്ള പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നും പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടുകാർ. എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതും ഇവർക്ക് പതിവാണ്. എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് കളിച്ചിരികൾ പറഞ്ഞ് സൗഹൃദം പങ്കിടുന്ന ഈ കൂട്ടുകാരെക്കുറിച്ച് പറയുവാൻ നാട്ടുകാർക്കും നല്ലത് മാത്രം. ഒരിക്കലും വേർപിരിയാത്ത സൗഹൃദങ്ങളായ നാടിൻ്റെ നിറസാന്നിധ്യങ്ങളാണ് മരണത്തിലും ഒരുമിച്ചത്. ഒരിക്കലും വേർപിരിയാത്ത ഒരു നാടിൻ്റെ നിറസാന്നിധ്യങ്ങളാണ് മരണത്തിൽ പോലും ഒരുമിച്ചത്. ഇതും ഈ തീർത്ഥാടന യാത്രയ്ക്കും എന്നെ ക്ഷണിച്ചതാണ്. പല കാരണങ്ങളാലും എനിക്ക് പോകാൻ പറ്റിയില്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവരൊരു ചങ്ക്, അവർ ഒരുമിച്ച് ജീവിച്ചു. ഇവിടെ രണ്ട് സ്ഥലത്ത് ജനിച്ചതാണ് രണ്ടുപേരും. പക്ഷെ ഒരു അമ്മ പെറ്റ് ജീവിക്കുന്ന രീതിയിലാണ് രണ്ടുപേരും ഇവിടെ ജീവിച്ചത്. ഇപ്പോ മരണപ്പെട്ട നമ്മുടെ ജയപ്രസാദ് ആയാലും ശ്രീരാജേഷ് ആയാലും ഉലയന്നാൻ ദേവീക്ഷേത്ര അയ്യപ്പ സേവാ സംഘവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചു നിന്നിട്ടുള്ള ആൾക്കാരാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ സഹോദരങ്ങളാണ്. നമ്മുടെ ഇവിടെ ഈ ഇടക്കാറ്റിൽ കണ്ടുവരുന്നതിൽ വെച്ച് ഏറ്റവും ടൈപ്പായിട്ട് ഒരു സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് സജിത്തും രാജേഷും. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉൾക്കൊള്ളാൻ പറ്റും, മറക്കാൻ പറ്റുന്നില്ല. അവര് ഒരുമിച്ച് തന്നെ നടന്ന് ഒരുമിച്ച് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇത് നമുക്ക് കൺസെപ്റ്റ് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് ഈശ്വരൻ ഇത് അറിഞ്ഞു ചെയ്തതാണോ എന്താണെന്നുള്ള കാര്യം. അത്ര ഒരു എന്താ പറയാ, എനിക്കറിയാം അവര് രണ്ടുപേരും ഇവിടെ അവര് രണ്ടുപേരെ മാത്രമേ കാണാൻ കിട്ടുള്ളൂ. രാജേഷ് എവിടെ ഉണ്ടോ അവിടെ സജിത്ത് കാണും, സജിത്ത് എവിടെ ഉണ്ടോ രാജേഷ് കാണും. ഇനി ഇവിടെ നിന്ന് എവിടെ പോകുന്നു വെച്ച് കഴിഞ്ഞാലും രണ്ടുപേരും ഒന്നിച്ചേ പോകത്തുള്ളൂ. രണ്ടുപേരും കാണും, ഒരു കൂട്ടത്തിവരുണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ രണ്ടുപേരും, രാജേഷ് ഉണ്ടെങ്കിൽ സജിത്തിന്റെ ഉണ്ടാവും, നമ്മൾ വേറെ നോക്കണം. രാജേഷ് ആരെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ സജിത്തിന്റെ പേര് ചോദിക്കണ്ട, വേറെ ആരെ കൊണ്ടെന്ന് മാത്രം ചോദിച്ചാൽ മതി. യാത്ര ഉണ്ടെങ്കിൽ അത്ര ഒരു സജിത്തില്ലെങ്കിൽ രാജേഷ് ഇല്ല. അതുപോലെ തന്നെയാണ് രാഹുൽ ഇല്ലെങ്കിൽ ഷാജു ഇല്ല. ഷാജുവും രാഹുലും, ഈ ഷാജുവിന്റെ കടയിൽ രാഹുൽ എപ്പോഴും ഉണ്ടാകും. ഇനി രാഹുലും ഷാജുവും കൂടെ ഒരു കട്ടൻ കുടിക്കാനെന്ന് പറഞ്ഞ് വൈകുന്നേരം പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഇവർ രണ്ടുപേരും കൃത്യമായും വൈകുന്നേരം ആകുമ്പോൾ കട്ടൻ കുടിക്കാൻ പോകും. കട്ടൻ കുടിച്ചിട്ട് വന്ന് കടയിലിരിക്കും. ഈ കട്ടൻ കുടിക്കാൻ പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും കടയിൽ ഉണ്ടാവില്ല. അത്രയും അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ രണ്ട് സുഹൃത്തുക്കളാണ്, രണ്ട് തലത്തിലുള്ള രണ്ട് സുഹൃത്തുക്കളാണ് നഷ്ടപ്പെട്ടത്. ഈ 4 പേര് മരണപ്പെട്ടതിൽ 2 പേര് രണ്ട് സുഹൃത്ത് ബന്ധങ്ങളാണ്. രണ്ട് രീതിയിലുള്ള സുഹൃത്ത്, രണ്ട് രീതിയെന്നല്ല, അവര് എന്തോ അത് ദൈവം എങ്ങനെയാണെന്നറിയില്ല. ഉലയന്നാൻ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കുടുംബക്ഷേത്രം പോലെയാണ്. എല്ലാ കാര്യങ്ങളിലും, ഉത്സവമായാലും എല്ലാ കാര്യങ്ങളിലും അവർ എപ്പോഴും ഏത് സമയത്തും പാതിരാത്രിയിലായാലും ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുകയും ക്ഷേത്രത്തിലെ നടക്കുന്ന 5000-ഓളം പേർക്ക് നടത്തുന്ന സമൂഹ സദ്യയിൽ വിളമ്പുന്നതിലായാലും ഇവർ രണ്ടുപേരും മുൻകൈയെടുത്ത് നിൽക്കുന്നവരും ആണ്. ഈ ഷാജു, രാഹുൽ, ഷാജു ഒന്നും പറയാനില്ല. നെല്ലിമുട്ടിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയും ഞാൻ ഉപയോഗിക്കുന്നതും ഈ നെല്ലിമുട്ടിലുള്ള ഏകദേശം പേര് ഉപയോഗിക്കുന്ന മൊബൈലും ഷാജുവിന്റെ സംഭാവനയാണ്. ഷാജു കൊടുക്കുന്നതാണ്. ഷാജു കൊടുക്കുന്ന മൊബൈൽ ഫോണാണെന്ന് ചെയ്തിട്ട് കംപ്ലൈന്റ് വന്നാലും അയാൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഷാജുവിനെ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റൂല. അയാള് അയ്യപ്പ സേവാ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ സംഭാവനയും ഉലയന്നാൻ ദേവീക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഭാവന തരുന്ന ആളാണ്. രാഹുല് ഞാൻ നടത്തുന്ന ശ്രീപുരത്ത് NCC സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഡ്രൈവറായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, എൻ്റെ സ്വന്തം സഹചാരിയായിരുന്നു. ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. മരിച്ചാലും മറക്കാൻ കഴിയാത്ത ദുഃഖമാണ് ഉലയന്നാൻ ദേവീക്ഷേത്രത്തിന്റെ അയ്യപ്പ സേവാ സംഘ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വന്നിട്ടുള്ളത്. സൗഹൃദം എന്ന് പറയുമ്പോഴത്തേക്കും ഈ രാജേഷിന്റെയും സജിത്തിന്റെയും സൗഹൃദം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരു ഞായറാഴ്ച ദിവസങ്ങളിലാണ് മിക്കവാറും നമ്മൾ അമ്പലത്തില്, ഞാൻ എല്ലാ ഞായറാഴ്ചയും രാവിലെ വരാറുണ്ട്. വരുന്ന സമയങ്ങളിൽ ഈ രണ്ടുപേരും കൃത്യമായിട്ട് അവിടെ വന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ വന്ന് വൈകുന്നേരം ആവും. കാരണം രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ ഒരു റൂട്ടുണ്ട്. ആഴിമല നമ്മളെ സിറ്റിയിൽ
എല്ലാ ക്ഷേത്രങ്ങളും കറങ്ങി ഇങ്ങനെ. അപ്പൊ ഞാൻ മിക്കവാറും തമാശ പറയണം, കല്യാണം കഴിയാത്തതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ സ്വാമിമാരായോടോ, നിങ്ങൾ ഇനി അങ്ങനെ ജീവിക്കാൻ പോയാണോ, ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അമ്പലത്തിന്റെ എവിടെയെങ്കിലും ഒരു റൂമൊക്കെ സെറ്റ്, ഇങ്ങനെ ഒരു തമാശ കൊണ്ട് എനിക്ക് പറയാറുണ്ടെങ്കിൽ എന്നെ കാണുമ്പോൾ ചോദിക്കുകയും ചെയ്യും, കാരണം അമ്പലത്തിന്റെ കൊണ്ടതിന്റെ പണി എന്തായി. കാരണം അവരൊരു ചങ്ക്, അവർ ഒരുമിച്ച് ജീവിച്ചു. ഇവിടെ രണ്ട് സ്ഥലത്ത് ജനിച്ചതാണ് രണ്ടുപേരും, പക്ഷേ ഒരു അമ്മ പെറ്റ് ജീവിക്കുന്ന രീതിയിലാണ് രണ്ടുപേരും ഇവിടെ ജീവിച്ചത്. എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ജീവിച്ചത്. പക്ഷെ അവരത് നമുക്ക് ആ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ. എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അത് അവര് ഒന്നും പറയാൻ പറ്റില്ല. എവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് രണ്ടുപേരും തന്നെ. അവർക്ക് അതൊരു ഈശ്വരൻ രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി വന്നൊരു സംശയം പോലെയാണ്. സുഹൃത്തുക്കളും ഈ രാജേഷും നമ്മുടെ സജിത്തും അവര് പ്രത്യേക ഒരു ചങ്ക് ബ്രോകളാണ് അവര്. രാജേഷ് ഏകദേശം സമയത്ത് എൻ്റെ ഉള്ളതാണ്. ഞാൻ കട നടത്തുന്നതാണ്. രാജേഷ് വൈകുന്നേര സമയങ്ങളിലെല്ലാം കടയിൽ വന്ന് നിൽക്കുന്ന ആളാണ്. ശ്രീപുരത്ത് NCC എന്നൊരു സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ. ആ കടയിൽ വൈകുന്നേരം ആകുമ്പോൾ രാജേഷ് അവിടെ ഉണ്ടാവും. എന്റെ കടയിൽ ഇല്ലെങ്കിൽ രാജേഷിനെ അന്വേഷിക്കാൻ സജിത്തിന്റെ VM മോട്ടോഴ്സിൽ പോയാൽ മതി എന്നുള്ളതായിരുന്നു എന്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതാണ് എന്റെ ഒരു രീതി. ഇനി തീർത്ഥാടന യാത്ര പോയാലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി ഞാനില്ലെങ്കിൽ രാഹുൽ ഉണ്ടാകും, ഷാജു ഉണ്ടാകും. അതൊക്കെയാണ് നാട്ടുകാർക്ക് തന്നെ ഉള്ള ഒരു ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇനി സുനിൽ ഉണ്ടാകാം, ക്ഷേത്ര സെക്രട്ടറിയാണ് സുനിൽ ഉണ്ടാകാം, ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അവരെ കൂടെ. ഒരു മതേതരത്വം ഉണ്ടല്ലോ. തീർച്ചയായും മതേതരത്വമാണ് ഞങ്ങളുടെ മുദ്ര. ഈ വേളാങ്കണ്ണി പോയത് തന്നെ നമ്മുടെ ഹൈന്ദവ ആചാരങ്ങള് കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മള് പള്ളികളിലും പോവും. പൊറ്റേപ്പള്ളി പോവും, പിന്നെ കമുകങ്കോട് പള്ളിയിൽ പോവും. ഞങ്ങൾ എല്ലാ പള്ളികളിലും പോകാറുണ്ട്. ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ മതേതരത്വമാണ്. മുസ്ലിം പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കാപ്പള്ളിയിൽ പോയിട്ട് നമ്മൾ വാഹനമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവിടെ ചെന്നൊരു വാഹനം എടുത്തിട്ട് നിങ്ങൾ വരുന്ന വഴി തെക്കാപ്പള്ളിയിൽ നിന്ന് അവിടുന്ന് ഒരു തരത്തിൽ പച്ച ചരട് കെട്ടിയിട്ട് ഞങ്ങൾ വാഹനം കൊണ്ടുവരാറുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു ഇത്. മതേതരത്വം തന്നെയാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഞങ്ങളുടെ ഹിന്ദു മതാചാര പ്രകാരമാണ് ജീവിക്കുന്നതാണെങ്കിലും എല്ലാ മതവുമായിട്ട് നമുക്ക് ഉണ്ട്. ഞാനായാലും രാജേഷ് ആയാലും ജയപ്രസാദ് ആണെങ്കിലും എല്ലാവരും, ഞങ്ങളുടെ കൂടെ രാഹുൽ ആണെങ്കിലും എല്ലാവരും ആ രീതിയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇതെല്ലാം സംഭവിച്ചു. പക്ഷെ ഇതിനോടൊപ്പം നിന്ന് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തവരുടെ ബാക്കി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവിടെ എത്തിക്കാൻ സഹായിച്ചത് കോളം മണ്ഡലത്തിലെ MLA വിൻസെന്റ് അവറുകളാണ്. ഈ യാത്ര പോയതും ക്ഷേത്രത്തിന്റെ നടന്നായിരുന്നത് അല്ലേ? രണ്ടുപേരും അവിടെ വന്ന് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഷാജി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവര് മൂന്നുപേരും ഒരു ഇതുപോലെയാണ്. ഒരു പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോകാൻ നിന്നതാണ്. അപ്പോഴത്തേക്ക് അമ്പലത്തിൽ തന്നെ ഷാജിക്ക് ചെറിയൊരു തട്ടുപണിയാണ് പുള്ളിക്കാരൻ സെന്റിങ്ങിനെ കൊടുത്ത്. അത് ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവൻ പറയടാ ഞാനിത് ചെയ്യുന്നത്, നിങ്ങൾ പോയിട്ട് വരും, നിർബന്ധിച്ച് വിളിച്ചിട്ട് അതേ ഇവിടെ നിങ്ങളുടെ പറഞ്ഞിട്ട് പോയതാണ്. അവന്ന് പുറത്ത് ഇറങ്ങില്ലായിരുന്നു. ഇത് അറിഞ്ഞത് മുതൽ വീട്ടിൽ കിടക്കുക. കാരണം വെച്ചാൽ അവര് കാണാൻ ഞാൻ ഇന്നലെ കണ്ട് എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞത് ഇപ്പോഴും വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആശയം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. പോകുന്നുണ്ട് നമ്മൾ നോക്കും എന്തൊക്കെയാണെന്ന്. ഈ രണ്ടെന്ന് പറയാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ മൂന്നാണ് അവര്. മൂന്നുപേരും ഒരു സുഹൃത്താണ്. പോയതില് രണ്ട് എന്ന് പറയാം. ഒരു മൂന്നുപേരും രണ്ടുപേരും ഇങ്ങനെ ഷാജിയെ വിളിക്കാറുണ്ട്, എല്ലാ ആവശ്യത്തിനും വിളിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ അമ്പലത്തിൽ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നോണ്ടാണ് ഷാജി അവിടെ ഇവിടെ ആയത്. അല്ലെങ്കിൽ ഷാജിയും കൂടി യാത്രയ്ക്ക് ഉണ്ടാവില്ല. എല്ലാ പ്രോഗ്രാമും നന്മ വയ്യന്മാർ തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. നെല്ലിമൂടിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളാണ് ഈ 4 പേര്. നമ്മുടെ ചികിത്സാ സഹായത്തിന് ഒരു ചികിത്സാ സഹായം, ഇന്ന ഒരാൾ ഒരു കൊച്ചു സുഖലാകണം, അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരാളിന് ക്യാൻസർ, ഒരു പിരിവെടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ നല്ലൊരു സംഭാവന അവര് തന്നെ. കാരണം നമ്മുടെ ഒന്ന് പറഞ്ഞില്ല, നമ്മുടെ എന്റെ നമ്മൾ എടുത്താൽ അത് തുടങ്ങിയത് തന്നെയാണ്. അത് കൃത്യമായിട്ട് അത് നല്ലൊരു പിന്നെ എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി രാജേഷിനെ കുറിച്ച് ഒരു ഇൻസിഡന്റോടെ ഞാൻ പറയാം. ഞങ്ങളുടെ കൂടെ ഡ്രൈവർ ആയിരുന്ന ഒരു ബിനുവിന് ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 1000 രൂപ ഡ്രൈവർമാരെല്ലാവരും കൂടി ചേർന്ന് 25,000 രൂപ ഞങ്ങളുടെ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും 1000 രൂപ ഇടുമ്പോൾ ഈ രാജേഷ് പറയാണ്, ഞാൻ 2000 രൂപ തരാമെന്ന, നിങ്ങൾ എന്റെ കുടുംബക്കാരായതല്ലേ, എനിക്ക് കുടുംബമില്ല, ഞാൻ 2000 രൂപ തരാം എന്ന് പറഞ്ഞ് 2000 രൂപ തന്ന ആളാണ് രാജേഷ്. അപ്പൊ ആ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിൽ പോലും എല്ലാ കാലത്തും കൂടെ വന്ന ആളാണ്. ഇനി ഏത് ചികിത്സാ ധനസഹായം കൊടുക്കണമെന്ന് പറഞ്ഞാലും ഒരാൾക്ക് എല്ലാ വർഷവും 3000 രൂപ ചികിത്സാ ധനസഹായം അയാൾ തരുന്നതാണ്. ഞങ്ങൾ 10-20 പേർക്ക് പുണ്യനന്ദ ദേവക്ഷേത്രത്തിൽ ചികിത്സാ ധനസഹായം കൊടുക്കുന്നവരാണ്. അതിന് 3000 രൂപ ഒരാൾക്കുള്ള ചികിത്സാ ധനസഹായം അവൻ തരുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് ഷാജുവും, അതുപോലെ തന്നെയാണ് ഈ രാഹുലും. എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. സജിത്തായാലും ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരെ.
അതിനൊക്കെ ഇവരുടെ പങ്കാണ് നമുക്ക് പങ്കാണ് നമുക്ക് തീർച്ചയായും. ചിന്തിക്കാൻ പറ്റാത്ത. തീർച്ചയായും ഒരിക്കലും മുന്നിൽ നമുക്ക് നയിക്കും. വിസ്മരിക്കാൻ പറ്റാത്ത മുന്നിൽ നയിക്കും. ഓ ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത അവരെ സുഹൃത്തിലൊന്നും പറഞ്ഞ് വാങ്ങിച്ചു തരും കാശ്. അതിനെ നമ്മൾ ചെയ്യണം എന്ന് പറയാം. അവരെ മാക്സിമം ഉള്ള കാശുകൾ കളക്ട് ചെയ്ത് തരികയും എല്ലാ കാര്യങ്ങൾക്കും പോയിട്ട് ഒരു ഇപ്പൊ ഷൈജു പറഞ്ഞതുപോലെ ഒന്നില് ഇവന്റെ വർഷോപ്പിൽ കാണും, അതല്ലെങ്കിൽ ഉണ്ണിയുടെ കടയിൽ കാണും, അതല്ലെങ്കിൽ നെല്ലിമുട്ടിൽ നമുക്കൊരു ശ്രീവിനായക ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. നമ്മളൊരു ഈ സജിത്തിന്റെ അളിയൻ അവിടെ മാനേജറാണ്, പുള്ളിക്കാരൻ്റെ അവിടെ വന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു റൗണ്ടിൽ എപ്പോഴും പല യാത്രകളിൽ ഞങ്ങൾക്കൊപ്പം യാത്രകൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. എന്റെ കൂടെ ഈ രാജേഷ് കൺഫേം ആയി ഉണ്ടാവും, സജിത്ത് ഈ വർക്ക് ഇല്ലാത്ത സമയങ്ങളിൽ കൂടെ ഉണ്ടാകും. ഇതും ഈ തീർത്ഥാടന യാത്രയ്ക്കും എന്നെ ക്ഷണിച്ചതാണ്. പല കാരണങ്ങളാലും എനിക്ക് പോകാൻ പറ്റിയില്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. പലപ്പോഴും നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുള്ള ആൾക്കാരില്ലേ? തീർച്ചയായും. ഓർമ്മ എന്താ? തീർച്ചയായും ടൂറിനെ കുറിച്ചുള്ള യാത്ര സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തില്, ഒരു പുരാതനമായ ഒരു തമിഴ്നാട് ക്ഷേത്രത്തില് ഞാനും രാജേഷും നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടൊരു തീർത്ഥാടന യാത്ര സംഘടിപ്പിച്ചു. അന്ന് സുന്ദരപാണ്ഡ്യപുരത്തിലെ ആ ശില്പങ്ങളുടെ ഒപ്പം നിന്നെടുത്ത ഒരു ഫോട്ടോ, അത് ഈ രാജേഷിന്റെ പക്കലുണ്ട്, സജിത്തിന്റെ പക്കലുണ്ട്. ആ ഫോട്ടോ പോലും എനിക്ക് വേർന്നു തന്നിട്ടില്ല. കാരണം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്നോണം അവരെ കയ്യിലുണ്ട്. അത് ഇനി എങ്ങനെ പകർന്നു തരുമെന്ന് വെച്ചാൽ അറിയില്ല. എന്തായാലും പല തീർത്ഥാടന യാത്രകളിലും ഞങ്ങൾ ഒപ്പം പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഇനിയും 17-ാം തീയതി നടക്കുന്ന ശബരിമല തീർത്ഥാടനത്തിന് എന്നെ വിളിച്ചിട്ടുള്ളതാണ്. ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. ശബരിമല തീർത്ഥാടനം അവർ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ശബരിമല തീർത്ഥാടനം പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആളാണ്. ഇതും ഈ തീർത്ഥാടന യാത്രയ്ക്കും എന്നെ ക്ഷണിച്ചതാണ്. പല കാരണങ്ങളാലും എനിക്ക് പോകാൻ പറ്റിയില്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. ഉറ്റമിത്രങ്ങളുടെ മരണം ഒരു നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി.